Indian airport is no joke. I'm like literally clueless. I'm gonna go. എത്തണമെങ്കിൽ ഏത് സ്ഥലം എന്ന് പോലും എനിക്കറിയില്ല. അതിനുള്ള കപ്പലിലാണ് ഞാൻ ചോദിച്ച ഒരാളോട്. ഇവിടെ ആണെന്നാണ് തോന്നുന്നത്. At Hyderabad, okay. I don't know how to connect to Wi-Fi. Something is wrong with the Wi-Fi, so I have to connect to that. And I have to do my immigration here. So I'm going to the baggage claim. I don't know how to go there. I'm super stressed. I have to collect my bags. Then I have to do the GAN to go to Bangalore. Okay, I'll just talk to you after everything is okay. ഹലോ, എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് ബാഗേജ് ക്ലെയിമിൻ്റെ അവിടെയാണ്. ഇത് എൻ്റെ തന്നെ സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആരോടെങ്കിലും ചോദിക്കണം. എൻ്റെ കൂടെ വന്ന ആരും എനിക്കറിയില്ല. നോക്കാം. സമാധാനമായി. എൻ്റെ ആദ്യത്തെ ലഗേജ് വന്നു. പൊട്ടിയും തോന്നുന്നത്. ലെറ്റ് ഇറ്റ് ബി എന്നില്ലാട്ടെ. കിട്ടിയില്ലേ ലഗേജ്. ഇനി അടുത്തത് ഇനി എപ്പോഴാണോ വരണത് നോക്കാം. എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഒരു സമാധാനമായിട്ട് ഇത് തന്നെയാണ് ഇന്ന് സ്ഥലം മനസ്സിലായപ്പോൾ ഓക്കെ. ഇനി ബാക്കി അടുത്തത് എടുക്കട്ടെ. ഇനി എനിക്കൊരു പെട്ടിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. ബാഗ് എടുത്തപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി.
എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, ഐ എം ലൈക്ക് ലിറ്ററലി ക്ലൂലെസ് ആണ് ഇങ്ങടെ പോകേണ്ടത്. ആൾക്കാർ ഇങ്ങടെ പോണേന്ന് നോക്കി ഞാൻ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇനി I'm in the washroom. I'm sitting here. Okay, let me tell you something. Okay, Indian airport is no joke. No joke. If you get lost, you get lost. ഇത്ര സ്ഥലങ്ങളോടെ ഞാൻ പോയിന്നറിയോ? No one is okay. Whatever. No one is helping. No one cares. Everybody is like trying to get. Oh my god, it's not good. Okay, നമ്മൾ ഖത്തർ എയർപോർട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ, ആൻഡ് ഇഫ് ഇറ്റ്സ് എ കണക്ഷൻ ഒരിക്കലും ഓക്കെ, ഇഫ് യു ഹാവ് ലൈഫ് നെവർ ടേക്ക് കണക്ഷൻ ഫ്ലൈറ്റ്. KFC കഴിച്ചു കഴിഞ്ഞു. ചോക്ലേറ്റ് ഫഡ്ജ് ഞാൻ എന്തായാലും കൊണ്ടുപോവാണ്. പിന്നെ ഞാൻ ക്രിസ്പി ക്രീമിൽ നിന്ന് പോയിട്ട് ഒരു ഡോണറ്റ് വാങ്ങിച്ചു. അപ്പോൾ തിന്നണ്ട, വിശക്കുന്നൊന്നുമല്ല. പിന്നെ എപ്പോഴേലും ഡോണറ്റിന് 140 റുപ്പീസാണ് വിത്തൗട്ട് ടാക്സ്. സോ ഇനി ഞാൻ നേരെ ഗേറ്റിലേക്ക് പോവാണ്. ഓക്കെ, ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഓക്കെ ആയി. ഇനി ഗേറ്റിലേക്ക് പോവാണ് കുറച്ച് നേരം. വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ പോയിട്ട് എൻ്റെ കസിൻസിന് കുറച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചായിരുന്നു. ആൻഡ് ശരി അത് പ്രൈസ് അത് ചിലപ്പോൾ എനിക്ക് ഖത്തറിൽ നിന്ന് വരുന്നതുകൊണ്ട് അവിടേക്കെല്ലാം 10, 20, 30 അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതാകുമ്പോൾ 600, 700, 800 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും അയ്യാ. ഒരു വെള്ളം വാങ്ങിച്ചു. 1 വാട്ടർ ബോട്ടിൽ കോസ്റ്റ് 70 റുപ്പീസ്. അത് കേട്ടപ്പോൾ I was like, what? ഖത്തറിൽ ഇറ്റ്സ് 1 റിയാൽ. സോ യുനോ ഇവിടെ ഗേറ്റ് നമ്പർ 11 കാണാം, 10 കാണാം. എൻ്റെ ഗേറ്റ് നമ്പർ 9 ആണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ വേണ്ടി പറയാനുണ്ട്. ഞാൻ ഫൈനലി ഗേറ്റ് നമ്പർ 9 എനിക്കിവിടെ ഏകദേശം ഒരു 7 hours ഡിലേ ഉണ്ട്. 7 hours ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോണിലാണെങ്കിൽ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല. സോ ഞാൻ ചിലപ്പോൾ ഞാൻ മൂവി ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ മൂവി 1000 times മോളോളം കണ്ടിട്ടുണ്ട്. സോ ഇനി ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് വ്ളോഗ് ചെയ്യുള്ളൂ. സോ ഇനി ഫ്ലൈറ്റിൽ വെച്ച് കാണും. ഇതൊക്കെ എഡിറ്റ് ചെയ്യണം. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാനായിരുന്നു. പക്ഷേ നെറ്റ് ഇല്ലാണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ ശരി, ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാംഗ്ലൂർ എത്തിയിട്ട് ഞാൻ സ്വന്തം ഫ്ലൈറ്റിൽ കയറി. ഞാൻ വെറുതെ വാഷ്റൂം ടൂർ തരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര ചെറിയ വാഷ്റൂം. സോ ഇവിടെ വാട്ട് എവർ ദിസ് ഇസ്, ഹിയർ ദർ ഇസ് എ മിറർ, വാഷ്റൂം, ടോയ്ലറ്റ്. ഞാൻ ഈ ബാഗേജ് ക്ലെയിം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് എൻ്റെ അങ്കിള് വന്ന് എന്നെ പിക്ക് ചെയ്യും. ഞാൻ അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് ഫോർ 1-2 months. സോ ഇനിയും വ്ളോഗ്സ് വരും. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്, ഇപ്പോൾ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിക്കുക. എന്നിട്ട് സോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.